ആത്മനാത്മമഹനീയമഹോ വിശേഷൈർനാനാവിധൈർവിലസിതൈശ്ച ഗൃണാമി കാമം മാനാധിക പ്രമദദായക കൈതഭാരേ ശ്രീവാസമന്ദിരപദേ. ശ്രീകുട്ടാ, നിൻ്റെ കുറച്ച് പൈസ ഇരിക്കണ്ടാവൂടാ. മലയ്ക്ക് പോകാൻ സമയമാടാ. എൻ്റെ ചുറ്റ പൈസ ഇല്ല. നീ ഒന്ന് പരമാവധി നോക്ക്. ശരിടാ. എന്താ സ്വാമി വിഷമിച്ചിരിക്കുന്ന? എന്നാ സ്വാമി മലയ്ക്ക് പോണം. മുഖത്താകെ വിഷമാണല്ലോ സ്വാമി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അടുത്ത ആഴ്ച പോകണം സ്വാമി. പ്രാവശ്യം പോകുമ്പോൾ മോള് കൂടെ വരുന്നുണ്ട്. അവൻ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുക. പിന്നെ ജോലി കുറവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഞാൻ ഇരുന്ന് പോയതാണ്. സ്വാമി മാലിട്ടില്ലേ? അതിനെല്ലായി ഇപ്പം നോക്കിയോളൂ. സന്തോഷമായി. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. സ്വാമി, ഞാൻ പെട്ടെന്ന് കാണാണ്ടായപ്പോ സിനിമയിലെ പോലെ അപ്രത്യക്ഷമായി വിചാരിച്ച. സ്വാമി വാ. സ്വാമി ഇതിന് മുന്നിൽ മലയ്ക്ക് പോയിട്ടില്ലേ? നമ്മൾ 18-ാം പടി കയറി സന്നിധാനത്ത് എത്തുമ്പോൾ ശ്രീകോവിലിന് മുന്നിൽ എന്താ വിചാരിച്ചണേ? തത്വമസി. അങ്ങനെ പറഞ്ഞെന്താ? അത് നീ തന്നെയാകുന്നു. അപ്പോൾ എല്ലാവരുടെ ഉള്ളിലും സ്വാമി ഉണ്ട്. ആ ചൈതന്യം നമ്മൾ കണ്ടെത്തിയാൽ മതി, എല്ലാം ശരിയാവും. സ്വാമി മലയ്ക്ക് പോകുന്നവർ എത്ര ദിവസം പുറത്തെടുക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? ഇന്നത്തെ നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ പെട്ടെന്നൊരു ദിവസം മല കയറാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശരീരശുദ്ധി വരുത്തി സ്വാമിനെ ശരണം വിളിച്ച് നടക്കുമ്പോൾ നമ്മുടെ ശരീരം മനസ്സും സ്വാമിനെ കാണാനും മല കയറാനും കൂടി തയ്യാറാവാണ്. അങ്ങനെ പോണ ഒരാൾ സ്വാമിനെ വിളിച്ച് മല കയറുമ്പോൾ സുഗമമായിട്ട് സ്വാമിനെ കണ്ട് തൊഴുത് അവിടുത്തെ എന്ത് ബുദ്ധിമുട്ടുകളുണ്ടായാലും ഒരു വിഷമം തോന്നാതെ സ്വാമിനെ മാത്രം ലഭിച്ചുകൊണ്ട് സുഗമമായിട്ട് സ്വാമിനെ കണ്ട് തൊഴുത് ഇറങ്ങിപ്പോരും. അല്ല അത് പോട്ടെ, സ്വാമി എത്ര ദിവസം കൊടുക്കും? ഞാനിപ്പോ അയ്യപ്പ